നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഒരു 2017 മോഡൽ ഫോർഡ് ഫിഗോ കാറിൻ്റെ ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ആണ്. അപ്പോൾ ഇതിൽ വരുന്നത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു 60-55 വാട്ട് ഹാലജൻ ബൾബാണ്. അപ്പോൾ അതിൻ്റെ വെളിച്ചം ആസ് യൂഷ്വൽ ഒരു വളരെ കുറവാണ്. അപ്പോൾ ഇതിനൊരു അപ്ഗ്രേഡ് സൊല്യൂഷൻ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഒരു Hella G5 പ്രൊജക്ടർ അതിൻ്റെ അത് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ള ഒരു വർക്ക്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ഫോർഡ് ഫിഗോ കാറ്. ഈ ഹെഡ്ലൈറ്റ് ഈ രീതിയിലാണ് വരുമ്പോൾ ഉണ്ടായിരുന്നത്. നോർമലായിട്ട് തന്നെ അതിൻ്റെ അകത്ത് വെളിച്ചം കൂട്ടാനായിട്ട് കസ്റ്റമർ ഒരു കാര്യം ചെയ്തിരുന്നു. ഒരു 190യുടെ ബൾബ് ഒരു റിലേ ഒക്കെ വെച്ചിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഈ ബൾബ് പവർ കൂടിയ ബൾബ് ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫെയ്ഡിങ്ങും ആ ഹെഡ്ലൈറ്റിനുണ്ട്. ചെറിയ ഒരു മെൽറ്റിങ്ങിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അത് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഹെഡ്ലൈറ്റ് ഇപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഔട്ട്പുട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ലോ ബീമാണ് നമ്മളിപ്പോൾ ഈ ഒരു ഭിത്തിയിൽ കാണുന്നത്. പകലാണെങ്കിൽ പോലും നമുക്ക് അവിടെ എവിഡൻ്റ് ആയിട്ട് അത് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ബീമൊക്കെ ചെറിയ രീതിയിൽ നമുക്ക് കാണാം. അപ്പോൾ ഇനി അടുത്ത പരിപാടി ഇതിനൊന്ന് മെഷർ ചെയ്ത് നോക്കലാണ്. അപ്പോൾ നമ്മൾ ലോ ബീം മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു 1100 ലക്സസ് ആണ് ലോ ബീമിൽ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്തത് അറിയേണ്ടതിൻ്റെ ഹൈ ബീമിൽ എന്ത് ചേഞ്ച് വരണമെന്നുള്ളതാണ്. അപ്പോൾ ഹൈ ബീം ഓൺ ആക്കിയിട്ടുണ്ട്. ഹൈ ബീമിൽ നമുക്ക് കിട്ടുന്നത് ഒരു 1800 ആണ്. ഇത് രണ്ടും കിട്ടുന്നത് ഒരു 190 ബൾബിലാണ്. നോർമലായിരുന്നെങ്കിൽ നമുക്കൊരു 700-800 ഒക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്കിവിടെ ചെയ്യാനുള്ളത് ഒരു Hella G5 പ്രൊജക്ടറാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് ആ G5 പ്രൊജക്ടർ. ഇതിനൊരു സേഫ്റ്റി ക്യാപ്പൊക്കെ ആയിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഈ ഒരു ക്യാപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹെവി സോളിഡായിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിൻ്റെ ലെൻസിനാണെങ്കിൽ നമ്മളിത് മുന്നേ കണ്ടിട്ടുള്ളൊരു പ്രൊജക്ടർ തന്നെയാണ്. ഇതിനൊരു ബ്ലൂ ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. ചില ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഇതിനൊരു ബ്ലൂ ഷെയ്ഡൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇതിൻ്റെ സോളിനോയിഡ് ആണെങ്കിലും സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു H1 പ്രൊജക്ടറിൻ്റെ സോളിനോയിഡ് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഹെവി ആയിട്ടുള്ള സോളിനോയിഡാണ് ഈ Hella പ്രൊജക്ടേഴ്സിൽ വരുന്നത്. മൊത്തത്തിൽ ഒരു സ്ട്രക്ചറും അതിൻ്റെ വെയിറ്റും ഒക്കെ ആണെങ്കിലും ഒരു കുറച്ച് ഡിഫറെൻ്റ് ആണ് ഈ പറയുന്ന Hella പ്രൊജക്ടറിൽ വരുന്നത്. അത് ഈ ഒരു പ്രൊജക്ടറാണ് അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ Hella പ്രൊജക്ടറിൽ ഇതിൻ്റെ അകത്ത് വരുന്ന ബൾബും വ്യത്യാസമുണ്ട്. നമ്മൾ H1 പ്രൊജക്ടറിലാണെങ്കിൽ H1 ബൾബാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഈ Hella G5 പ്രൊജക്ടറിൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു D2H ബൾബാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. ഈ ഒരു ബൾബാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. D2H ബൾബാണ്. നമുക്കിവിടെ കാണാം D2H ബൾബാണ്. ഇതിൻ്റെ കളർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 5500 കെൽവിൻ ആണ് ഇതിൻ്റെ കളർ ടെമ്പറേച്ചർ വരുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഒരു 4200 അല്ലെങ്കിൽ മാക്സിമം 5500 കെൽവിൻ വരെയുള്ള കളർ ടെമ്പറേച്ചറുകളെ യൂസ് ചെയ്യാറുള്ളൂ. ഇതിൽ തന്നെ 5500 എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു എക്സ്ട്രീം വൈറ്റിലേക്കൊന്നും പോകില്ല. സാധാരണ 6000 എന്ന് പറയുമ്പോൾ വൈറ്റ് ആണ് വരുന്നത്. അതിൻ്റെ അടുത്തേക്ക് വരുമെന്നല്ലാതെ ഒരു ചെറിയ വാം ആയിട്ടുള്ള കളർ തന്നെയാണ് 5500 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വൈറ്റ് ലൈറ്റിൻ്റെ വിസിബിലിറ്റി നമുക്ക് കുറവാണ്. അത് നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും ഒരു വാം കളർ ടെമ്പറേച്ചറുകളിലേക്ക് പോകുന്നത്. ആ വാഹനത്തിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് എല്ലാം ഇവിടെ പൂർത്തിയായിരിക്കുന്നു. നമുക്കിതിന് ഇതിൻ്റെ അപ്പിയറൻസിലുള്ള ചേഞ്ച് എന്താണ് വന്നിരിക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ ആ ഒരു സിൽവർ പോർഷൻ ഒന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ സ്പോർട്സ് വേരിയൻറ്റിൽ വരുന്ന പോലെ ഒരു ബ്ലാക്ക് ഔട്ട്, ഇത് ഹെഡ്ലൈറ്റ് സ്മോക്ക് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ സ്മോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഇൻഡിക്കേറ്ററും പാർക്ക് ലൈറ്റൊക്കെ അതുപോലെ തന്നെ നിർത്തി ടോപ്പ് എൻഡിൽ വരുന്ന പോലെ ഒരു വേരിയൻറ്റ് ആക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ പ്രൊജക്ടർ ആണെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ Hella ടൈപ്പ് പ്രൊജക്ടർ ഇൻസ്റ്റാൾ ചെയ്തു. അതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു അപ്പോളോ ഷ്രൗഡാണ്. അതായത് ആ ഒരു പർട്ടിക്കുലർ ലെൻസിൻ്റെ കവറിന് പറയുന്ന പേരാണ് ഷ്രൗഡ്. ആ ഷ്രൗഡിൽ കൊടുത്തിരിക്കുന്ന ഒരു ഏഞ്ചൽ ഐസും കൂടെ ഉള്ള അപ്പോളോ ടൈപ്പ് ഷ്രൗഡാണ് വിത്ത് ഏഞ്ചൽ ഐസ്. അപ്പോൾ അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അത് വാഹനത്തിന് നല്ല രീതിയിലുള്ള ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ ഒരു യുണീക്ക് ലുക്കും കൊടുക്കുന്നുണ്ട്. വാഹനം പകലാണെങ്കിലും നമ്മൾ രാത്രിയിലാണെങ്കിലും ആ ഒരു ഏഞ്ചൽ ഐയോട് കൂടി വരുമ്പോൾ ഉള്ള ലുക്ക് ഒരു പ്രത്യേകത തന്നെയാണ്. അത് കാണാനുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ലുക്ക് പാർട്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മളിത് ചെയ്തിരിക്കുന്നത് ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. കാരണം റോഡിൽ വെളിച്ചമില്ല അല്ലെങ്കിൽ വെളിച്ചം ഔട്ട്പുട്ട് കുറവായതുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് അത് എത്രത്തോളം വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇനി നമുക്ക് മെയിനായിട്ട് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ രാത്രി സമയമായിട്ടുണ്ട്. നമ്മൾ ആദ്യം ബിഫോർ എടുത്തിരുന്നത് പകലായിരുന്നെങ്കിൽ ഇവിടെ രാത്രിയാണ്. ആ കട്ട് ഓഫ് ബീം വളരെ ഷാർപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ലോ ബീം നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. എത്രത്തോളം ചേഞ്ച് വന്നിട്ടുണ്ടെന്നുള്ളത് മെഷർ ചെയ്യാം. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു 2800 ലക്സസ് ആണ് ലോ ബീമിൽ കിട്ടുന്നത്. ഇനിഷ്യലി അതൊരു 1100 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ഒരു ചേഞ്ച് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു 2600 ചെറിയ വേരിയേഷൻ എപ്പോഴും കൂടി കാണിക്കാറുണ്ട്. ഇനി കാണേണ്ടത് നമുക്ക് ഇതിൻ്റെ ഹൈ ബീമാണ്. ഹൈ ബീമിൽ ഈ രീതിയിലുള്ളൊരു പാറ്റേൺ ആണ് നമുക്ക് കാണുന്നത്. ഇവിടെയാണ് ഏറ്റവും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് നമ്മൾ കാണുന്നത്. 1600 ഉണ്ടായിരുന്നത് ഒരു 4000 ലക്സസിലേക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്.
1600 നോർമൽ ബൾബിലല്ല, 190 ബൾബിൽ വരുന്നതാണ് ഈ പറയുന്ന 1600. അതാണ് ഇവിടെ റൈറ്റ് സൈഡിലാണെങ്കിൽ ഒരു 3600ലേക്ക് വന്നിട്ടുള്ളൂ. എങ്കിലും രണ്ടും കൂടെ കമ്പൈൻഡ് ആകുമ്പോൾ അതിനേക്കാളും കൂടുതൽ ഔട്ട്പുട്ട് നമുക്ക് റോഡിൽ കിട്ടും. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ഒരു അപ്പിയറൻസും കാര്യങ്ങളും. ഇത്രയും ചേഞ്ചസ് ആണ് നമ്മളുടെ വാഹനത്തിന് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ ഇതൊന്ന് രാത്രിയിൽ ഓടിച്ചു നോക്കണം, എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് ചേഞ്ച് കിട്ടിയിരിക്കുന്നത്, എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നുള്ളത്. നമ്മുടെ കസ്റ്റമർ കൂടെ ഉണ്ട്, അദ്ദേഹം തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നതും. ഒരു ലോ ബീമിൽ ഡ്രൈവ് ചെയ്തു വരുന്ന വാഹനമാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത്. ഇതിൻ്റെ ഒരു ഗ്ലെയർ തീരെ ചെറുതായിട്ട് പോലും എൻ്റെ കണ്ണിലേക്ക് അടിക്കുന്നുണ്ടായില്ല. ഇതിനി വാഹനം ഞാൻ ഇതിൻ്റെ അകത്ത് കയറി ഉള്ള ഷൂട്ടാണ് ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് തുടങ്ങി, ആ വാഹനത്തിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ ആ അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ കട്ട് ഓഫും വളരെ ഭംഗിയായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ റോഡിലാണെന്നെങ്കിൽ നല്ല ഈവൻ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ലൈറ്റ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. രണ്ട് സൈഡിലേക്കും വളരെ സ്പ്രെഡായിട്ടും അതുപോലെ തന്നെ വെളിച്ചമുള്ള ഭാഗങ്ങളിൽ ആ കട്ട് ഓഫിന് താഴേക്ക് വളരെ വൃത്തിയായിട്ട് എല്ലാ ഭാഗത്തും യൂണിഫോമായിട്ടുള്ള ഔട്ട്പുട്ടും കിട്ടുന്നുണ്ട്. എതിരെ വരുന്ന വാഹനങ്ങളിൽ തീർച്ചയായിട്ടും ലോ ബീമിൽ എതിരെ വരുന്ന വാഹനങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാണ് നമ്മളുടെ ഹൈറ്റും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വാഹനം ഓടിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന് കിട്ടി. അദ്ദേഹത്തിൻ്റെ ഇനിഷ്യൽ റെസ്പോൺസ് തന്നെ നമുക്ക് അതിൻ്റെ അത് ആ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് കിട്ടിയിരുന്നു. വളരെ ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ വാഹനം ഡ്രൈവ് ചെയ്യുന്നത്. ഇങ്ങോട്ട് വന്ന പോലുള്ളൊരു വെളിച്ചമല്ല ഇപ്പോൾ വാഹനത്തിനുള്ളത്. ഒറ്റ ദിവസം കൊണ്ട് വന്നേക്കുന്ന ചേഞ്ചാണ്. രാവിലെ വന്നു, വൈകുന്നേരം ആയപ്പോഴത്തേക്കും വന്നിരിക്കുന്ന ചേഞ്ച് ഭയങ്കര ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പി ആയിട്ട് അദ്ദേഹം ഡ്രൈവ് ചെയ്യുന്നുണ്ട്. റോഡ് നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ട്. ആ കട്ട് ഓഫ് ആണെങ്കിലും ലോങ് വ്യൂവിൽ അത് മെർജ് ആവുന്നുണ്ട്. രണ്ടും കൂടി ഒറ്റ കട്ട് ഓഫ് ലൈനായിട്ട് മാറുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് കാലാവസ്ഥ അനുകൂലമല്ലാതിരുന്നതിനാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. മിക്കവാറും ദിവസങ്ങളിൽ മഴയായിരിക്കും, അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കൽ നടക്കാറില്ല. അപ്പോൾ ഇന്ന് ഏതായാലും അനുകൂലമായൊരു കാലാവസ്ഥ കിട്ടി. അപ്പോൾ നമുക്ക് ഏതായാലും ഭംഗിയായിട്ട് ഡ്രൈവ് ഷോട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് നമ്മുടെ ആ റൂട്ടും ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ടല്ലോ. സ്ഥിരമായിട്ട് പോകുന്ന വഴികൾ തന്നെയാണ്, കാണുന്നവർക്കറിയായിരിക്കും നമ്മുടെ ആ സ്ഥിരം റൂട്ട്. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞിരുന്ന പോലെ ഉപയോഗിച്ചിരിക്കുന്ന ബൾബ് 5500 കെൽവിൻ്റെയാണ്. കളർ ടെമ്പറേച്ചർ ഉപയോഗിക്കുന്നത് 5500 കെൽവിനാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കിട്ടുന്ന ലൈറ്റിനാണെങ്കിലും ഒരു കുറച്ച് വാമാണ്. അത് 5500 ലിറ്ററലി പറയുമ്പോൾ 6000 വളരെ ക്ലോസ് ആണെങ്കിൽ പോലും നമുക്കൊരു യെല്ലോ, ചെറുതായിട്ടുള്ളൊരു യെല്ലോ ടീച്ചുള്ള ലൈറ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ഏതായാലും മഴയത്താണെങ്കിലും അതുപോലെ തന്നെ ചെറിയ ഫോഗിലാണെങ്കിലും നല്ല രീതിയിൽ വിസിബിലിറ്റി കിട്ടുന്ന ഒരു കളർ ടെമ്പറേച്ചറാണ്. നമ്മൾ 4000 to 5500 ആണ് മാക്സിമം ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാറുള്ളൂ. അതുപോലെ എല്ലാ വീഡിയോകളിലും പറയുന്ന പോലെ തന്നെ നമ്മൾ ഡ്രൈവിംഗ് റൂൾസ് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് വേണം വാഹനം ഓടിക്കാനായിട്ട്. എപ്പോഴും ഓൾവേസ് നമ്മൾ ഡിം ലൈറ്റാണ് യൂസ് ചെയ്യേണ്ടത്. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലും അതുപോലെ ഒരു വാഹനത്തിനെ ഫോളോ ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മൾ ഡിം ലൈറ്റ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. എൻ്റെ കസ്റ്റമേഴ്സിനെ പലരെയും എനിക്കിത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ഇതിനെക്കുറിച്ച് അത്യാവശ്യം അറിവുള്ള ഒരാളുകളാണ് ഇവിടെ ഈ ഒരു ലൈറ്റ് അപ്ഗ്രേഡിന് വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു പഠിപ്പിക്കലിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇതെൻ്റെ ഒരു കടമയായതുകൊണ്ടാണ്. പലരും റോഡിലിറങ്ങുമ്പോൾ കാണാറില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഒരാൾക്കെങ്കിലും ഇൻഫർമേറ്റീവ് ആണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആലുവയിലാണ് സ്ഥാപനം ഉള്ളത്. നിങ്ങൾക്ക് ഒരു കോൾ വിളിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാം എന്താണ് ചെയ്യേണ്ടത്. അതിന് ബുക്ക് ചെയ്തിട്ട് നമുക്ക് വരികയും അതുപോലെ തന്നെ ചെയ്തു പോവുകയും ഉള്ള സൗകര്യങ്ങളുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നമ്മളുടെ ഈ വീഡിയോയുടെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ വിളിച്ച് നേരിട്ടാണെങ്കിലും അറിയിക്കാവുന്നതാണ്. ഇതുപോലെയുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുമ്പോഴാണ് നമ്മുടെ വീഡിയോയും അല്ലെങ്കിൽ ചാനലും ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്രദമാകുന്നെങ്കിൽ മറ്റുള്ളവർക്കോട് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ബൈ.